ആഹാ, സാറിന് നേരത്തെ തുടങ്ങിയോ? എനിക്ക് എന്തിനാ സാറിങ്ങനെ കുടിക്കുന്നത്? ഉപദേശമൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ സാറ് വിളി ഒഴിവാക്കണം. വേറെന്തെങ്കിലും വിളിക്കുന്നതല്ലേ ഭംഗി. അങ്കിളെന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും സാറിനായിട്ടില്ല. അപ്പൊ പിന്നെ ജെയിംസ് ഏട്ടാന്ന് വിളിക്കാം അല്ലേ? ജെയിംസ് ഏട്ടാ. ഓക്കെ, ഗുഡ്, നൈസ്. എന്നാ പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. ഞാൻ എന്തായാലും ജെയിംസ് ഏട്ടന്ന് വിളിക്കില്ല. പിന്നെ ഇച്ചായൻ, അതല്ലേ നല്ലത്. എനിക്ക് ജെയിംസ് ഇച്ചായെന്നും വിളിക്കാം. ഇറ്റ്സ് ഗുഡ്. ഇച്ചായ, ഇപ്പൊ വരാ ഇച്ചായ. ഇച്ചായ, എന്താ ഇതൊരു പുതിയ വിളി? കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പേര് വിളിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ എന്ത് വിളിക്കണം? ഒരുപാട് ആലോചിച്ചു. ഇപ്പോഴാ ഉത്തരം കിട്ടിയത്. ഇച്ചായ, അതല്ലേ നല്ലത്. ഇടയ്ക്ക് ജെയിംസ് ഇച്ചായെന്നും വിളിക്കാം. ഇച്ചായൻ, അതല്ലേ നല്ലത്. ഇടയ്ക്ക് ജെയിംസ് ഇച്ചായെന്നും വിളിക്കാം. എന്നെ വിട്ട് പോവരുത്. എന്നോട് പിണങ്ങി പോവരുത് രഞ്ജി. എന്താ പറ്റി? എന്ത് പറ്റി? നോക്കിച്ചായ, രഞ്ജി എന്നോട് പിണങ്ങി പോയതാ. എന്തിന്? അത് പറഞ്ഞോളൂ. ഇവിടെ നിൽക്കുന്ന അമ്മിണിയില്ലേ, അവൾ എന്നെക്കാൾ സുന്ദരിയാണെന്ന് രഞ്ജി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അവളുടെ കൂടെ പൊക്കോളെ. അങ്ങനെ വഴക്കായി രഞ്ജി പോയി. ഇത്രേ ഉള്ളോ? രഞ്ജി തിരിച്ചു വരും. ഇല്ല, രഞ്ജി വരില്ല. എനിക്ക് പേടിയാ. കുട്ടി എന്താ ഈ പറയുന്നത്? അവന് നിന്നെ ഉപയോഗിച്ച് പോകാൻ പറ്റുമോ? ഇച്ചേനൊന്ന് പോയി അന്വേഷിക്കുവോ? ഞാൻ ഇനി ഒന്നും പറയില്ലെന്ന് പറ. വിളിച്ചോണ്ട് വരുവോ? അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. വേണ്ട കുട്ടി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം രഞ്ജിയെ. പോയി കിടന്നോളൂ, ചെല്ല്. ഞാനല്ലേ പറയുന്നത്. കുഞ്ഞിങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? സാർ അന്വേഷിച്ചു പോയിട്ടില്ലേ? നല്ല അലിവയും മീൻകറിയും പോലെ ചേർച്ചയുള്ളവരാ നിങ്ങൾ. അന്നേരത്തെ ദേഷ്യം കൊണ്ട് വല്ലതും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ പിണങ്ങാൻ പറ്റുമോ? അല്ലേടി? സാറ് വന്നു തോന്നുന്നു. കുഞ്ഞിവിടെ കിടക്ക്, ഞാൻ പോയി നോക്കാം. നീ സിനിമയിലും ടിവിയിലും ലവ് സീനും കണ്ടിട്ടുള്ളൂ? കണ്ടോ? എന്ത് കാണാനാണോ താനിവിടെ വായും പൊളിച്ച് നിൽക്കുന്നത്? അത് വിടോ, അത് ഓടി. ഇയാൾക്ക് മാത്രം ഇത് കാണാവോ? തന്നോടും കൂടിയാ പറഞ്ഞേ. നമ്മൾ തമ്മിൽ എത്രയോ കണ്ടതാ ഇതൊക്കെ. കുളത്തിൽ നിന്ന് പോയാലും വലയിൽ നിന്ന് പോയാലും കുളത്തിൽ തന്നെ കിടക്കണോ? അതെ, ഓപ്പണറിൽ വേണ്ട ഇത്തരം സീൻ. ചെല്ല്, പോയി കിടക്ക്. എനിവേ, വിഷ് യു എ ബ്യൂട്ടിഫുൾ, റൊമാൻറ്റിക്, സ്വീറ്റ് ആൻഡ് സ്ലീപ്ലെസ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Yes, California and New Jersey is an okay golf. അമ്മണി, കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തൊരു സീനായിരുന്നു അറിയാവോ? ജെയിംസ് സാർ വഴക്ക് പറഞ്ഞ കാരണം ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വിടുവോ? വിട്ടില്ല. ഞാൻ അകത്ത് കയറി എന്നലെ കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി. എന്നിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാൻ കൂടെ കയറി ഇടപെട്ടാലോ എന്നെനിക്ക് തോന്നിപ്പോയി. കുമാരേട്ടൻ പറ, അവിടെ എന്തൊക്കെയാ നടന്ന്? അത് പറഞ്ഞു എന്നാ ശരിയാകത്തില്ല. അനുഭവിക്കണം, എന്നാലേ മനസ്സിലാകൂ. എങ്ങനെയാണെന്ന് അനുഭവിക്കുക?
നീ പറ, നമുക്ക് ശരിക്കൊന്ന് അനുഭവിക്കണം. എനിക്ക് പേടിയാ കുമാരേട്ടാ, എന്തെങ്കിലും സംഭവിച്ചാലോ? വേറെ എന്തെല്ലാം ഉപാധികൾ കിടക്കുന്നു. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട് മണി. ാലും കുങ്കുമം കളിക്കതാണെന്ന് പറയാതിരിക്കുവാ മണി. നിന്റെ മടിത്തട്ടിൽ എനിക്ക് ഇടം തന്നു. എന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഞാൻ നിനക്ക് 2 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് പതിച്ചു തരുമോ മണി? ഫ്രീ ആയിട്ട് പതിച്ചു തരും. ചേട്ടൻ പോയി കിടന്നു, ഞാൻ കുളിച്ചിട്ട് എളുപ്പം വരാം. വരുവോ? വരാതിരിക്കല്ലേ, നേരെ വരണേ. വരുവോ? വരണേ. വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാതിരിക്കല്ലേ. വരാതിരുന്നാല് കുമാരേട്ടാ, കുമാരേട്ടാ, മിനി, അനിയനായിട്ടിരുന്നത് പോലത്തെ ഒരു ഫ്രോക്ക് ഞാൻ നിനക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. സത്യമായിട്ടും അതിനേക്കാൾ ഇറക്കം കുറവുള്ളതാണ്. അമ്മണി, എന്റെ അമ്മി.